प्रिय बच्चे सभी ठीक है ना? ओके, पिछले कक्षा में हमने एक व्यक्ति के बारे में परिचय किया। मिर्ज़ा गालिब के डायरी में कर्नल ब्राउन नामक एक अंग्रेज अफसर के बारे में परिचय किया। कवि होने के नाते कई लोगों को 50 लोगों को जीवन वह उनके हाथों से बच गए, लेकिन दिल्ली के हज़ारों लोगों को हवालात और कैदखाने में रख दिया। उसके बाद उन लोगों को फांसी दे दिया। അതായത് കർണൽ ബ്രൗൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഓഫീസറെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി, ഡയറിയിൽ നിന്ന് മനസ്സിലാക്കി. അദ്ദേഹം കവികളോട് വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു. കവി എന്ന കാരണത്താൽ 50ഓളം ആളുകളെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചു. എന്നാൽ ആയിരക്കണക്കിന് ദില്ലി നിവാസികളെ ഇതേ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ തടവറയിലും അതുപോലെ ജയിലുകളും അടച്ച് ക്രൂരമായിട്ട് ശിക്ഷിച്ച് അവരെന്ത് ചെയ്തു? അവസാനം തൂക്കിലേറ്റി ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ തൂക്കിലേറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, പറഞ്ഞിരുന്നത് അല്ലേ? ओके, अब देखिए पेज नंबर 32, सेकंड पैराग्राफ। दिल्ली में अब कुछ ही 1000 लोग बचे होंगे, बाकी सब अंग्रेज़ों के गुस्से का शिकार हो गए। बचे सिर्फ वे जो दिल्ली से भाग गए, वे लोग खुशकिस्मत थे, वरना उन्हें भी फांसी दे दी जाती। दिल्ली में रहना ही उन दिनों मानो अपराध हो गया था। दिल्ली में അങ്ങനെ ദില്ലിയിൽ അബ് കുച്ച് ഹി 1000 ലോഗ് ബച്ചെ ഹോഗെ. അബ് നൗ ഇപ്പോൾ കുച്ച് ഹി 1000 ലോഗ് കുറച്ച് ആയിരക്കണക്കിന് ലോഗ് ബച്ചെ ഹോങ്കെ ആളുകളാണ് ബച്ചെ ഹോങ്കെ അവശേഷിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് ബാക്കി സബ് ബാക്കിയുള്ള ആളുകളൊക്കെ അംഗ്രേസോം കെ ഗുസ്സേക്ക ഇംഗ്ലീഷുകാരുടെ ബ്രിട്ടീഷുകാരുടെ ഗുസ്സ മീൻസ് ആംഗ്രി അല്ലെ, കോപത്തിന് ശിക്കാർ ഹോഗെ ഇരകളായി തീർന്നിരിക്കുന്നു. അവരുടെ ദേഷ്യത്തിന് ഇരകളായി എന്ന് പറഞ്ഞാൽ അവരെ കൊന്നിരിക്കുന്നു ബ്രിട്ടീഷുകാർ. ബച്ചെ സിഫ് വേ, ബച്ചെ എന്താ ബച്ചെ? അവശേഷിക്കുന്ന രക്ഷപ്പെട്ട സിഫ് വേ രക്ഷപ്പെട്ടിരിക്കുന്നത് അവരാണ്. ആരാണ്? ജോ ദില്ലി സേ ഭാഗ് ഗയെ, ജോ ആരാണോ ദില്ലി സേ ഭാഗ് ഗയെ ദില്ലിയിൽ നിന്ന് ഭാഗ് ഗയെ ഓടിപ്പോയത്. ബ്രിട്ടീഷുകാർ അംഗ്രേസോം കെ ഡർ സേ ജോ ദില്ലി സേ ഭാഗ് ഗയെ വേ സിഫ് ബച്ചെ ഹെ അല്ലേ. ദില്ലിയിൽ നിന്ന് ഓടിപ്പോയ ആ വ്യക്തികൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. വേ ലോഗ് ഗുഷ് കിസ്മത്ത് തേ, വേ ലോഗ് ആ ഓടിപ്പോയ ആളുകൾ ഗുഷ് കിസ്മത്ത് തേ എന്നാരാണ്? ഗുഷ് കിസ്മത്ത് മീൻസ് ഭാഗ്യമുള്ള വ്യക്തികളാകുന്നു. വർണ്ണ അല്ലെങ്കിൽ ഉനേബി അവരെ കൂടി ഫാംസി ദേ ദി ജാത്തി തൂക്കിലേറ്റുമായിരുന്നു ബ്രിട്ടീഷുകാർ. ഓക്കെ, ദില്ലി മേ രഹ്നാഹി ഉൻ ദിനോ മാനോ അപരാധ് ഹോ ഗയാ താ. ദില്ലി മേ രഹ്നാഹി ഡൽഹിയിലെ രഹ്നാഹി താമസിക്കുന്നത് ഉൻ ദിനോം ആ ദിവസങ്ങളിൽ മാനോ തോന്നും അപരാധ് ഹോ ഗയാ താ എന്തോ ഒരു വലിയ അപരാധമാണെന്ന് തോന്നും. അതായത് അപരാധികളെ ദില്ലി നിവാസികൾ അപരാധികളായി കണ്ട് ബ്രിട്ടീഷുകാർ അവരെ തിരഞ്ഞു പിടിച്ച് എന്ത് ചെയ്തു? ശിക്ഷിച്ച് അവരെ തൂക്കിലേറ്റിയിരുന്നു. ഓക്കെ, नेक्स्ट पैराग्राफ। मेरी पहचान का बिस्तिता चिराग अली बेहद सीधा आदमी, रोज़ सुबह शाम नहर का पानी अपनी मशक में भरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता। गाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मग्न रहता। एक रोज़ दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे, चिराग अली सड़क सींच रहा था। उसने हडसन साहब को सलाम नहीं किया, ईश्वर के गुण गाता रहा। हडसन साहब को जो गुस्सा आया उन्होंने अपनी तलवार से अपागे चिराग अली का पेट चीर डाला और उसकी लाश दिल्ली दरवाजे पर टांग दी। इन्हीं हडसन साहब ने बादशाह बहादुर
शाह जफर के दोनों बेटों शाहजादा फजल और मिर्जा अबू बकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे। हडसन को हिंदुस्तानियों का खून करने में बड़ा मज़ा आता था। മേരി പഹചാൻ കാ ഇനി അദ്ദേഹം തുടർന്ന് പറയുന്നു എന്താ എഴുതുന്നത് മേരി പഹചാൻ കാ എനിക്ക് പരിചിതനായിട്ടുള്ള ബിസ്തീത്ത എന്താ ബിസ്തി മീൻസ് വെള്ളം ചുമന്നു കൊണ്ടുവരുന്ന വ്യക്തിയാണ് പറയുക ബിസ്തി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മിർജ ഗാലിബിനെ കഹാ ഹേ ലിഖ്താ ഹേ അല്ലേ മിർജ ഗാലിബ് എഴുതുന്നു എന്താണ് എഴുതുന്നത് മേരി പഹചാൻ കാ ഏക് ബിസ്തീത്ത ഞാൻ അറിയപ്പെടുന്ന എനിക്ക് പരിചിതനായിട്ടുള്ള ഒരു വെള്ളം ചുമന്നു കൊണ്ടുവരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഉസ്കാ നാം താ ചിരാഗലി അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു ചിരാഗലി ബെഹത് സീത ആത്മി ബെഹത്ത് വളരെയധികം സീത ആത്മി നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ചിരാഗലി അപ്പോൾ ചിരാഗലി കേസെ ആത്മി താ വ ഏക് ചിരാഗലി ഏക് ബെഹത് സീത ബിസ്തീത്ത ഒരു വളരെ നിഷ്കളങ്കനായിട്ടുള്ള വെള്ളം ചുമന്നു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ചിരാഗലി രോസ് സുബ ശ്യാം റോസ് മീൻസ് ഡെയിലി ദിവസവും സുബ ശ്യാം സുബ മീൻസ് മോർണിംഗ് ശ്യാം ഈവനിങ് അല്ലേ രാവിലെയും വൈകിട്ടും നെഹർ കാ പാനി നെഹർ മീൻസ് കനാൽ അല്ലേ തോട്ടിലെ പാനി വെള്ളം അപ്പനെ മശക് മേ എന്താ മശക്ക് തുകൽ പാത്രം അപ്പനെ മശക് മേ ബർത്ത തുകൽ പാത്രത്തിൽ നിറച്ചിട്ട് അവർ അള്ളാഹുക്കെ ഗുൺ ഗാത്ത അങ്ങനെ എന്ത് ചെയ്തു അള്ളാഹ്ക്കെ അല്ലേ അള്ളാഹുവിൻ്റെ ഗുണഗാത്ത ഗുൺ മീൻസ് കീർത്തി അല്ലേ അള്ളാഹ്ക്കെ ഗുൺ ഗാത്ത പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഗുണഗീതങ്ങൾ പാടിക്കൊണ്ട് സടക്കോം കോ എന്ത് ചെയ്തും ആ റോഡിനെ സീഞ്ച കർത്ത നനയ്ക്കുമായിരുന്നു ഗാനയ്ക്കലിയെ ജോബി രുക്കി സുക്കി മിൽജാത്തി അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗാന മീൻസ് ഈറ്റിംഗ് അല്ലേ ഫുഡ് എന്നുള്ള വേറെ അർത്ഥമുണ്ട് ഗാനക്കോ ദോ അർത്ഥ ഹെ ഏക്ക് ഈറ്റിംഗ് ദൂസര ഗാന ഓക്കെ അപ്പോൾ ഗാനയ്ക്കലിയെ കഴിക്കാൻ വേണ്ടി ജോബി എന്തെങ്കിലും രൂക്കി സൂക്കി ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള വസ്തുക്കൾ മിൽജാത്തി കിട്ടുകയാണ് ഉസീക്കോ കിട്ടിയാൽ ഉസീക്കോ അതിനെ ഗലേക്കെ നീച്ചെ ഉത്താർ ഗലേക്കെ നീച്ചെ ആ തൊണ്ടയിൽ ഉത്താർ വെച്ചിട്ട് അപ്പനേമേ മഗ്നിരേത്ത കഴിക്കുമ്പോൾ എന്ത് ചെയ്യും അപ്പനേമേ മഗ്നിരേത്ത താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അങ്ങനെ മഗ്നിരേത്ത മുഴുകിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഏക് രോസ് ഒരു ദിവസം ദില്ലിക്ക് ബഡേ ഹക്കിം ഹഡ്സൺ സാബ് ദില്ലിയിലെ ബഡേ വലിയ ഹക്കിം ഹഡ്സൺ സാബ് ജബ് സടക്ക് സെ റോഡിലൂടെ അപ്പനെ ഘോഡേ പർ അതായത് ഒരു ദിവസം ചിരാഗലിയുടെ സ്വഭാവം എന്താണ് എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചുകൊണ്ട് താൻ ചെയ്യുന്ന ജോലിയിൽ അങ്ങനെ മുഴുകിയിരിക്കും അദ്ദേഹം എന്താണോ ചെയ്യുന്നത് വെച്ചാൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും അല്ലേ അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഗുണഗീതങ്ങൾ പാടിക്കൊണ്ട് അദ്ദേഹം റോഡ് നനയ്ക്കുകയായിരുന്നു ആ സമയത്താണ് ഏക് ദിൻ ഒരു ദിവസം ദില്ലിക്ക് ബഡേ ഹഡ്സൺ സാബ് ദില്ലിയിലെ അന്നത്തെ ഇംഗ്ലീഷ് ഓഫീസറായിട്ടുള്ള ഹഡ്സൺ സാബ് എന്ന് പറയുന്ന വ്യക്തി അപ്പനെ ഗോഡേപ്പർ തൻ്റെ കുതിരപ്പുറത്ത് സവാരി ചെയ്തുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് നിക്കൽ രഹേത്തെ വരികയായിരുന്നു ചിരാഗലി സടക്ക് സീഞ്ച് രഹാത്ത ഉസമയ ചിരാഗലി സടക്ക് സീഞ്ച് രഹാത്ത റോഡ് നനയ്ക്കുകയായിരുന്നു ഉസ്നെ ഹഡ്സൺ സാബുക്കോ സലാം നഹീ കിയ ആ സമയത്ത് ചിരാഗലി എന്ത് ചെയ്തില്ല ഹഡ്സൺ സാബിനെ സലാം നഹീ ദിയ സലാം ചെയ്തില്ല അഭിവാദ്യം ചെയ്തില്ല ഈശ്വർക്ക് ഗുൺ ഗാത്ത രഹ അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്തുതി പാടിക്കൊണ്ട് റോഡ് നനയ്ക്കുകയായിരുന്നു ഹഡ്സൺ സാബ് കോ ജോ ഗുസ്സായ ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ഹഡ്സൺ സാബ് കോ ബഡ ഗുസ്സായ അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം തോന്നി ഉനോനെ അപ്പനി തൽവാർ സെ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ആ ഹഡ്സൺ സാബ് എന്ത് ചെയ്തു അപ്പനി തൽവാർ മീൻസ് വാള് തൻ്റെ വാള് കൊണ്ട് അബാഗെ നിർഭാഗ്യവാനായിട്ടുള്ള ഭാഗ്യഹീനാനായിട്ടുള്ള നമ്മുടെ ചിരാഗലിയുടെ പേട്ട് മീൻസ് സ്റ്റൊമക്ക് വയറ് ഡാല അല്ലേ അദ്ദേഹത്തിൻ്റെ ആ ചിരാഗലിയുടെ വയറ്റിലേക്ക് ആ കത്തി എന്ത് ചെയ്തു ആ വാൾ എന്ത് ചെയ്തു
കയറ്റി. ഔർ ഉസ്കി ലാസ് എന്നിട്ട് ഉസ്കി ലാസ് നമ്മുടെ ചിരാഗ് അലിയുടെ ലാസ് മീൻസ് ഡെഡ് ബോഡി എന്ത് ചെയ്തു? ലാസ് ദില്ലി ദർവാസെ പർ ദില്ലി ദർവാസയിലെ ഡോറിലെ ടാങ്ക് ദി എന്ത് ചെയ്തു? തൂക്കിയിട്ടു. ഇനി ഹഡ്സൺ സാഹിബിനെ ഇതേ ഹഡ്സൺ സാഹിബ് തന്നെയാണ് ബാദുഷാ ബഹാദൂർ ഷാ ജഫർ കെ ബാദുഷയായിട്ടുള്ള ചക്രവർത്തിയായിട്ടുള്ള ബഹാദൂർ ഷാ ജഫറിൻ്റെ ദോനോ ബേട്ടോ ബാദ്ഷയായിട്ടുള്ള ദില്ലി ബാദ്ഷയായിട്ടുള്ള ബഹാദൂർ ഷാ ജഫറിൻ്റെ രണ്ട് മക്കളായിട്ടുള്ള ഷാജാദ ഫസലിനെയും മിർജ അബൂബക്കർ കാബി ഷാജാദ ഫസലിനെയും മിർജ അബൂബക്കറിനെയും ഗൂൻകർ ഉൻകെ സിർ ഗൂൻ മീൻസ് ബ്ലഡാണ്. ഇവിടെ എന്താണ് ഗൂൻകർ പറഞ്ഞാൽ കൊന്നിട്ട് ഉൻകെ സിർ അവരുടെ തല ദില്ലി ദർവാസയിൽ ലഡ്കാ ദിയേത്തെ ദില്ലി ദർവാസയിൽ എൻട്രി ഉള്ള ഭാഗത്ത് എന്ത് ചെയ്തു? ലഡ്കാ ദിയേത്തെ തൂക്കിയിട്ടു. ഹഡ്സൻ കോ ഹിന്ദുസ്ഥാനിയും കാ ഗൂൻ കർണേമേ ബഡാ മസ ആത്താത്ത ഹഡ്സന് ഹിന്ദുസ്ഥാനികളുടെ ബ്ലഡ് വീഴ്ത്തുന്നതിൽ വളരെയധികം രസകരമായിരുന്നു, ഹിന്ദുസ്ഥാനികളെ കൊല്ലുന്നതിൽ. ഓക്കെ, ഹഡ്സൻ കോ ഹിന്ദുസ്ഥാനിയും കാ ഗൂൻ കർണേമേ ബഡാ മസ ആത്താത്ത ഹഡ്സൻ സാഹിബിനാകട്ടെ ഹിന്ദുസ്ഥാനിയും കാ ഗൂൻ കർണേമേ ഹിന്ദുസ്ഥാനികളെ രക്തം വീഴ്ത്തുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കൊല്ലുന്നതിൽ ബഡേ മസ ആത്താത്ത വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു അല്ലേ, വളരെയധികം രസകരമായിട്ട് അദ്ദേഹത്തിന് തോന്നി എന്നാണ് പറയുന്നത്. ഹഡ്സൺ സാഹിബ് കേസെ ആത്മീത ഹഡ്സൺ സാഹിബ് ഏക്ക് ക്രൂര ആത്മീയത്തെ അല്ലേ, ഒരു ക്രൂരനായിട്ടുള്ള ആത്മീയായിരുന്നു. ലാസ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഹഡ്സൻ കോ ഹിന്ദുസ്ഥാനിയും കാ ഗൂൺ കർണേമേ ബഡാ മസ ആത്താത്ത അല്ലേ, ഹഡ്സൺ സാഹിബിന് ഹിന്ദുസ്ഥാനികളെ കൊല്ലുന്നതിൽ വളരെയധികം മസ ആത്താത്ത വളരെ രസകരമായിട്ട് അദ്ദേഹം തോന്നി. हडसन साहब ने चिराग अली और बादशाह बहादुर शाह जफ़र के दोनों बेटे शाहज़ादा फसल और मिर्ज़ा अबू बकर को भी मार दिया आदि. ओके, नेक्स्ट पैराग्राफ. मेरे पड़ोस में एक गरीब औरत मेहरुनिसा रहती है. उसके पति की मौत को 7 साल हुए हैं. अकेली औरत दूसरों के घर में झाड़ू लगाकर किसी तरह से अपनी गुजर बसर करती थी. लेकिन जब घर ही नहीं रहे, बस्ती की बस्तियाँ जला दी गई तो मेहरुनिसा काम न मिलने से भूख को मरने लगी. आज उसके यहाँ मैंने 10 रोटियाँ पहुँचाई. दूसरी जो 10 रोटियाँ बची उससे मेरे दोनों बेटों और नौकरों का काम चला. मेरे हिस्से में 8 रोटी आई. फिर भी तसल्ली थी कि मेरी रोटियों से मेहरुनिसा और उसकी 2 बेटियों की भूख तो बूझी. मेरा क्या, मेरी तो भूखा रहने की आदत ही हो गई है. लिसन. मेरे पड़ोसी में ദ പടോസി നൈബർ എൻ്റെ അയൽക്കാരിയായിട്ട് അയൽവക്കത്ത് ദ ഗരീബ് പുവർ ഒരു പാവപ്പെട്ട ഔരത്ത് മീൻസ് ലേഡി മെഹറുന്നീസ രീതി ഹെ. മെഹറുന്നീസ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ എൻ്റെ അയൽവക്കത്ത് താമസിച്ചിരുന്നു എന്ന് മിർജ ഗാലിബ് പറയുന്നു. ഉസ്കെ പതിക്ക് മൗത്ത്, ഉസ്കെ അവളുടെ പതി മീൻസ് ഹസ്ബൻഡ് അല്ലേ. പതിക്ക് മൗത്ത് മീൻസ് ഡെത്ത്. അത് അവളുടെ ഹസ്ബൻഡിൻ്റെ മൗത്ത് മരണം. 7 സാൽ ഹുയേ ഹെ 7 വർഷമായി അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട്. അക്കേലി ഔരത്ത് ഒറ്റപ്പെട്ട സ്ത്രീ, അതായത് ഏകയായ സ്ത്രീ. ദൂസരോം കെ ഗർമേ അവരെന്താണ്, ദൂസരോം കെ ഗർമേ അതേഴ്സ്, ദൂസരോ മീൻസ് അതേഴ്സ് മറ്റുള്ളവരുടെ ഗർമേ വീടുകളിലെ ജാഡു ലഗാക്കർ എന്ന് പറഞ്ഞാൽ ചൂലുകൊണ്ട് ക്ലീൻ ആക്കുക, അതായത് ഇവിടെ ക്ലീൻ ചെയ്യുക, തൂത്തുവാരുക അല്ലെ. മറ്റുള്ളവർ വീട്ടിൽ പോയിട്ട് തൂത്തുവാരിയിട്ടാണ് കിസി തരേസെ എങ്ങനെയൊക്കെയാണ് അഭിനി ഗുസർ ബസർ. എന്താ ഗുസർ ബസർ? ദിവസങ്ങൾ കർത്തിത്തി അല്ലേ, ദിവസങ്ങൾ തള്ളി നിൽക്കിയിരുന്നത്, അതായത് ദിവസം നിത്യച്ചെലവ് കഴിഞ്ഞിരുന്നത്. ലേക്കിൻ എന്നാൽ ജബ് ഗർഹി നഹി രഹേ, ഇപ്പം എന്തില്ല, ജബ് ഗർഹി നഹി രഹേ അവിടെ എന്തില്ല, വീടില്ലാതായിരിക്കുന്നു അല്ലേ. ജബ് ഗർഹി നഹി രഹേ വീടുകളൊന്നും ഇല്ലാതായിരിക്കുന്നു.
ബസ്തി കി ബസ്തിയാം, ബസ്തി മീൻസ് കോളനി, കോളനികളൊക്കെ ജലാദി ഗയിത്തോ, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ജലാദി ഗയിത്തോ, കത്തിച്ച് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മെഹറുനിത്തോ, അങ്ങനെ ഉള്ള അവസ്ഥയിൽ മെഹറുനീസ കാം ന മിൽനേസെ, മെഹറുനീസയ്ക്ക് കാം ന മിൽനേസെ, ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് ഭൂക്കോ മർണയിലേക്ക്, വിശന്ന് മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവൾ. ഓക്കെ, അപ്പോൾ മെഹറുനീസ ഗരീബി മെഹറുനീസ കേസെ ഭൂക്കോ മർണയിലേക്ക്, എങ്ങനെയാണ് വിശന്ന് മരിക്കാറായത്? അബ് അംഗ്രേസോംനെ അബ് ഗർ ഔർ ബസ്തിയ ജലാ ദി ഗയി ഹെ, അല്ലേ? വീടുകളും കോളനികളൊക്കെ കത്തിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലിയെ കാം നെ മിൽനേസെ, ജോലിയൊന്നും ഇല്ലാത്തത് കാരണം, ഗർ നെഹീം ഗലി നെഹീം, അല്ലേ? അതായത് വീടും അതുപോലെ ബസ്തി കോളനികളൊന്നുമില്ല. ഇസ്ലിയെ കാം നെ മിൽനേക്കെ കാരണം, ജോലിയൊന്നും കിട്ടാത്തത് കാരണം ഭൂക്കി ഗരീബി മെഹർനീസ, പാവപ്പെട്ട മെഹർനീസ ഭൂക്കി മർണയിലേക്ക്, വിശന്ന് മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആജ് ഉസ്കെ ഏസി സ്ഥിതിമേ, ഈ അവസ്ഥയിൽ ആജ് ഉസ്കെ യഹാം, ആജ് ഇന്ന്, ഉസ്കെ യഹാം അവളുടെ അടുത്തേക്ക്, മേന്നെ ഞാൻ, മിർജ ഗാലിബ് 10 റൊട്ടിയ പഹുഞ്ചായി, എന്ത് ചെയ്തു? 10 റൊട്ടിയ, 10 കിത്തന 10, അല്ലേ? 10 റൊട്ടികൾ പഹുഞ്ചായി എത്തിച്ച് കൊടുത്തു. ദൂസരി ജോ 10 റൊട്ടിയം, അങ്ങനെ ദൂസരി ബാക്കി ജോ 10 റൊട്ടിയാ ബച്ചി, എത്ര റൊട്ടികളാണ് അവശേഷിച്ചിരുന്നത്? 10 റൊട്ടികൾ വീണ്ടും അവശേഷിച്ചിരുന്നു. ഉസസെ അതുകൊണ്ട്, മേരെ ദോനോ ബേട്ടോ എൻ്റെ 2 മക്കൾക്കും, ഔർ നൗക്കരും ക എൻ്റെ സർവൻസിനും, കാം ചല അവരുടെ ജോലി നടന്നു പറഞ്ഞാൽ എന്താണ്? അവരുടെ വിശപ്പ് ശമിപ്പിച്ചു. അതുകൊണ്ട് മേരെ ഹിസ്സേമേ എൻ്റെ ഷെയറിലെ എനിക്ക് കരുതി വെച്ചിട്ടുള്ള 1.5 റൊട്ടിയായി, 1.5 റൊട്ടി, ഒരു റൊട്ടിയും പൊട്ട് റൊട്ടിയും ഉണ്ടായിരുന്നു. ഫിർബി എന്നിട്ടും, തസല്ലീത്തി എനിക്ക് എന്തുണ്ടായിരുന്നു? ഒരു റിലീഫ് ഉണ്ടായിരുന്നു, ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അതായത് മേരി റൊട്ടിയോം സെ എൻ്റെ പങ്കുകൂടി, മെഹറുനീസ ഔറുസ്കി ദോ ബേട്ടിയോം കി മെഹറുനീസയ്ക്കും അവളുടെ മക്കളുടെയും ബൂക്ക് തോ ബുഞ്ചി അവരുടെ ബൂക്ക് മീൻസ് വിശപ്പ്, ബുഞ്ചി മീൻസ് ശമിപ്പിക്കാൻ സഹായകമായി എന്നതിൽ എനിക്ക് വളരെയധികം ആശ്വാസം തോന്നി. അതായത് അദ്ദേഹത്തിന് ഷെയറായിട്ട് ഉള്ള 1.5 റൊട്ടിയും അദ്ദേഹം എന്ത് ചെയ്തു? മെഹർനീസയ്ക്കും മക്കൾക്കും നൽകി. മേരാക്യ എനിക്കെന്താ? മേരീത്തോ എനിക്കാണെങ്കിൽ ഭൂക്ക് രഹിനേക്ക്, എന്താ ഭൂക്ക് രഹിനേക്ക്? വിശന്നിരിക്കാനുള്ള ആദത് ഹീ ഹോ ഗയി ഹെ, ശീലം ഉണ്ട്. അപ്പോൾ വിശന്നിരിക്കാനുള്ള ഒരു ശീലം നമ്മുടെ മിർജ ഗാലിബിന് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്താ കാരണം? ഗാനെ പീനേക്ക് കമി, അല്ലേ? വഹാം കെ ഗരീബ് ഹാലത്ത്, അല്ലേ? തിന്നാനും കുടിക്കാനുള്ള സാധനങ്ങളുടെ കുറവും, അതുപോലെ വഹാം കെ ഗരീബി ഹാലത്ത് അവിടുത്തെ ഒരു എന്താണ് ദാരിദ്ര്യാവസ്ഥയും ഒക്കെയാണ്, അല്ലേ? പിന്നെ എന്താണ്, എങ്ങനെയാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേരീത്തോ ഭൂക്ക രഹിനേക്ക് ആദത് ഹി ഹോ ഗയി ഹെ, മേരീത്തോ എനിക്കാണെങ്കിൽ ഭൂക്ക രഹിനേക്ക് ആദത്ത് ഹി ഹോ ഗയി ഹെ, വിശന്നിരിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഗാലിബ് കോ ഭൂക്ക രഹിനേക്ക് ആദത്ത് കൈസെ ഹുയി ഹോഗി, ഗാലിബിനെ ഭൂക്ക രഹിനേക്ക് വിശന്നിരിക്കാനുള്ള ആ ഒരു ആദത്ത്, ഹാബിറ്റ്, ശീലം, കൈസെ ഹുയി ഹോഗി എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? മേരീത്തോ ഭൂക്ക രഹിനേക്ക് ആദത് ഹി ഹോ ഗയി ഹെ, അല്ലേ? ഭൂക്ക് സഹസർ ഭൂക്ക രഹിനേക്ക് ആദത് ഹോ ഗയി ഹെ, അല്ലേ? വിശപ്പ് സഹിച്ച് വിശന്നിരിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആജ് ലിയെ ഗയെ पाठ भाग अच्छी तरह बार बार पढ़ना, कोई संदेह है तो मुझसे पूछिए. आज की कक्षा में यहाँ समाप्त करती हूँ. धन्यवाद, फिर मिलेंगे.